ബി.ജെ.പിയുടെ അവഗണനയെ തുടർന്ന് എൻ.ഡി.എ വിടാനൊരുങ്ങി ബി.ഡി.ജെ.എസ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ കടുത്ത അവഗണനയെ തുടർന്ന് എൻ.ഡി.എ വിടാനൊരുങ്ങി ബി.ഡി.ജെ.എസ്. ത്രിതല പഞ്ചായത്തിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലുമായി നിരവധി സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വിജയിക്കാനായത് ആകെ 5 മാത്രം. വിജയസാധ്യതയിലുള്ള സീറ്റുകളിൽ ചിലത് ബി.ജെ.പി തിരിച്ചുപിടിച്ചതും മറ്റ് ചില സീറ്റുകളിൽ അവർ കാലുവാരിയതുമാണ് പാർട്ടിയുടെ കനത്ത പരാജയത്തിന് കാരണമെന്നാണ് അവരുടെ വിലയിരുത്തൽ. രാജ്യതലസ്ഥാനത്തെ വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി നിർണായക നടപടിയുമായി സുപ്രീം കോടതി. 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും നിരോധിക്കാൻ കോടതി അനുമതി നൽകി. BS3 വരെയുള്ള വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും ഒരു അറസ്റ്റ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറാണ് അറസ്റ്റിലായത്. കേസിലെ 6ാം പ്രതിയാണ് ശ്രീകുമാർ. ദ്വാരപാലക ശില്പപാളിയിലെയും ശ്രീകോവിലിന്റെ വാതിലിന്റെ കട്ടളപ്പടിയിലെയും സ്വർണ്ണമോഷണം പോയ കേസിൽ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയ മഹസറിൽ സാക്ഷിയായി ഒപ്പിട്ടത് ശ്രീകുമാറായിരുന്നു. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ജനുവരി 12 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 13 രാവിലെ 10 മണിക്ക് വോട്ടെണ്ണം. മലപ്പുറം ജില്ലയിലെ മുത്തടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം ജില്ലയിലെ പാമ്പക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുക. തപാൽ വകുപ്പിന്റെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന വിചിത്ര ആവശ്യവുമായി BMS. തപാൽ വകുപ്പ് തിരുവനന്തപുരം മേഖല ആസ്ഥാനത്ത് നാളെയാണ് ക്രിസ്മസ് ആഘോഷം. ഈ ആവശ്യം ഉന്നയിച്ച് BMS കത്ത് നൽകി. ഇതിനെതിരെ കടുത്ത എതിർപ്പുമായി ഇടത് കോൺഗ്രസ് അനുകൂല സംഘടനകൾ രംഗത്തെത്തി. വന്ദേ ഭാരത് ഉദ്ഘാടന വേളയിൽ കുട്ടികൾ പാടിയ ദേശഭക്തി ഗാനം ആലപിക്കണമെന്നാണ് ആവശ്യം. നീണ്ട തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസ് ചുമതലയേറ്റു. രാജ്ഭവനിൽ നിന്ന് നിയമന ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് അവർ ഔദ്യോഗികമായി സ്ഥാനമേറ്റെടുത്തത്. സർക്കാരുമായി സഹകരിച്ചു പോകുമെന്നും തനിക്കെതിരായ ആരോപണങ്ങളിൽ വിഷമം തോന്നുന്നുവെന്നും അവർ പറഞ്ഞു. ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് ദോഷം ചെയ്തെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ UDFന് നഷ്ടമായത് 9445 വോട്ടാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതിൽ അതൃപ്തിയുണ്ട്. കൊച്ചി മേയർ സ്ഥാനത്തിനായി കോൺഗ്രസിൽ പിടിവലി. മേയർ സ്ഥാനത്തിനായി നിലകൊള്ളുന്ന ദീപ്തി മേരി വർഗീസിനെതിരെ പാർട്ടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പാർലമെന്ററി പാർട്ടി യോഗത്തിലെ ഭൂരിപക്ഷം നോക്കി മേയറെ തീരുമാനിക്കണമെന്ന ആവശ്യം KPCCക്ക് മുന്നിൽ ഉന്നയിക്കാനാണ് ഇവരുടെ ശ്രമം. KPCC ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK മിനിമോളുടെ പേരും പരിഗണനയിലുണ്ട്. ദിലീപ് നായകനായ ഭബബയിലെ ഗാനത്തിനെതിരെ വിമർശനവുമായി സമൂഹ മാധ്യമം. അഴിഞ്ഞാട്ടം എന്ന പേരിലുള്ള ലിറിക്കൽ വീഡിയോയ്ക്കെതിരെയാണ് പരിഹാസം. സിനിമയുടെ ഹൈപ്പിനും കളറിനും ഒന്നും ചേരുന്ന വിധത്തിലുള്ള ഗാനമല്ല പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് വിമർശനം. സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ള ഹൈപ്പെല്ലാം ഈ ഗാനം ഇല്ലാതാക്കിയെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ദിലീപിനൊപ്പം മോഹൻലാലും പാട്ടിൽ ചുവടുവയ്ക്കുന്നുണ്ട്. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ പൗരന്മാരെയും പലസ്തീൻ അതോറിറ്റിയുടെ പാസ്പോർട്ട് കൈവശമുള്ളവരെയും US-ൽ പ്രവേശിക്കുന്നത് വിലക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-നെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിദേശികളെ നിരോധിക്കാനാണ് ട്രംപിന്റെ നീക്കമെന്നാണ് വൈറ്റ് ഹൗസിന്റെ വിശദീകരണം. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം ഓൺലൈൻ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.